നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അറിയുന്നുണ്ട് മാഡം, ഞാൻ അറിയാതെ ഈശ്വരമംഗലത്ത് ഒരു ഇല പോലും അനങ്ങില്ല. പക്ഷേ ഇതൊരു വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. വിജയിക്കണമെങ്കിൽ നിധി എന്റെ പെണ്ണാവണം. അതിന് ഇതിലും വലിയൊരു അവസരം ഇനി കിട്ടില്ല. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്ത്രമോ കുതന്ത്രമോ പ്രയോഗിച്ച് നീ അവളെ നിന്റേത് മാത്രം ആക്കണം. ഏത് വിധത്തിൽ വേണമെങ്കിലും രേണുക നിന്നെ സഹായിക്കും. കാപ്പിയിലോ ചായയിലോ എന്തെങ്കിലും പൊടി കലക്കി കൊടുത്താൽ മതി. ഈസിയായിട്ടും ഇതിനെ അവളെ പെടുത്താൻ പറ്റും. ഇത്തരം ചീപ്പ് തന്ത്രങ്ങള് നീ തന്നെ വിളിച്ചു പറഞ്ഞാ മതി. ഇവിടെ വിളമ്പണ്ട. ശിവാനി പറഞ്ഞത് ഞാൻ കേട്ടു. എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് അവളോട് പറഞ്ഞേക്ക്. നീ പറയുന്നത് അവളെ അറിയിക്കാൻ ഞാനെന്താ നിന്റെ മെസ്സഞ്ചറാണോ? നീയും അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ നാട്ടിലങ്ങ് പാട്ടാക്കിയേക്ക്. അതോടെ നിന്നെ സ്വീകരിക്കുകയല്ലാതെ വേറെ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവൾ എത്തും. ഞാനും അവളും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ഇതിനകം പലരും അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടുകാരല്ലേ. സംഭവം അവിഹിതാകുമ്പോ ഒരു പൊട്ടും പൊടിയും കിട്ടിയാ മതി. ബാക്കി അവരത് കത്തിപ്പടർത്തിക്കോളും. ഒരു കാട്ടുതീ പോലെ പടരട്ടെ മിഥുൻ നിധി പ്രണയകഥ. പിന്നെ മാഡം, നാളെ ഞാനും നിധിയും പഠിപ്പിച്ച സ്കൂളില് പുതിയ ബിൽഡിങ്ങിന് തറക്കല്ലിടുന്ന ദിവസമാണ്. നിധിയും ഗൗതം സാറുമാണ് വിശിഷ്ട അതിഥികള്. ഓ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ഗൗതം സാറ് വരട്ടെ. സ്കൂളിൽ വെച്ച് ഒരിക്കൽ കൂടി നിധിയുടെ ആദ്യ ഭർത്താവ് ഞാനാണെന്ന് ഞാൻ തെളിയിക്കും. ഞങ്ങളുടെ പഴയ സൗഹൃദം അറിയാവുന്ന ചിലരവിടെ ഉണ്ടല്ലോ. ആ കഥകളൊക്കെ അവര് ഗൗതം സാറിനോട് പറഞ്ഞു കൊടുക്കും. അതോടെ സാറ് നിധിയെ കൂടുതൽ വെറുത്തോളും. വെരി ഗുഡ്. നീ അവളെ ശരിക്കും മാനം കെടുത്തണം. അവിടെ നടക്കുന്നതൊക്കെ ആരെക്കൊണ്ടെങ്കിലും വീഡിയോ എടുപ്പിച്ച് എനിക്ക് അയക്കണം. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചാൽ നിധി നിന്റെ ഭാര്യ തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിക്കും. അത് ഞാൻ ഏറ്റു മാഡം. ശരി, എങ്കി നാളെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വിളിക്കേ. ഓക്കെ. ഞാൻ മാനം കെടുത്തുന്നത് നിധിയല്ല മാഡം, ഗൗതമിനെയാ. നിധി എന്നും എന്റെ പരിശുദ്ധിയായ ഭാര്യ. അവളെ തട്ടിയെടുക്കാൻ വന്ന രാവണനാ നിങ്ങളുടെ ഗൗതം. അവനെ കൊന്ന് ഞാൻ എന്റെ സീതയും കൊണ്ട് കടല് കടക്കും. ഫോൺ എൻഗേജ് ആണല്ലോ. ഞാനില്ലാത്ത സമയം നോക്കി ഓഫീസിലെ കാര്യങ്ങൾ ഇടപെട്ട് കാണും. അതാ ഇത്ര ബിസി. വീട്ടിലെത്തിയപ്പോഴേക്കും പഴയതുപോലെ സോഷ്യൽ സർവീസ് തുടങ്ങി കാണും. നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല ആളാ. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ബിസിയോടെ ബിസി. ഓ ഓ ഓ ഓ, ഞാൻ പരാതി പറയും മുമ്പ് എന്റെ മെക്കിട്ട് കയറാൻ വരുവാണോ? ഞാനല്ല, നീയായിരുന്നു ബിസി. അല്ല, സാറായിരുന്നു ബിസി. ചുമ്മാ കള്ളം പറയല്ലേ. നീ വീണ്ടും സാമൂഹ്യ സേവനം തുടങ്ങേണ്ടാവും. ഇത്രയും ബിസി.
ഞാൻ ഒരു സേവനവും പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ല. പഴയതൊക്കെ തുടരുന്നുമുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ സർ ഓഫീസ് ജോലി തുടങ്ങി കാണും. അതായിരിക്കും എൻഗേജ്ഡ് ആയത്. ഞാനൊരു ജോലിയും പുതുതായിട്ട് തുടങ്ങിയിട്ടില്ല. പഴയതൊക്കെ തന്നെ തുടരുന്നുമുണ്ട്. പിന്നെ പുതുതായി തുടങ്ങിയൊരു ജോലി നിന്നെ പ്രണയിക്കില്ല. ഓഹോ, അപ്പൊ അതും ജോലിയാണല്ലേ? എന്റെ പൊന്നോ, ഇനി അതി പിടിച്ച് തുടങ്ങണ്ട. പാചകടിയിൽ നിന്നെ ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. തോൽവി സമ്മതിച്ചിരിക്കുന്നു. അയ്യടാ, എന്നെ തോൽപ്പിച്ചപ്പോ എന്തൊരു സന്തോഷം. ചിരിച്ചോ ചിരിച്ചോ. വിരഹദുഃഖം എനിക്ക് മാത്രമാണല്ലോ. കാണാതിരിക്കുന്നതിൽ എന്റെ അത്രയും വിഷമം സാറിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കാ കൂടുതൽ വിഷമം. ആ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കാണ് വിഷമം. അയ്യോ പ്രണവ്. അതെ, ആരുടെ സൗണ്ട് അത്? അതെ, രണ്ടുപേരും തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും പറ്റിച്ചാണല്ലേ? ആ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായിരുന്നു? ഏട്ടനും ചേച്ചിയും പ്രാങ്കിങ് ആണെന്ന് ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരോടും പറയൂ. പ്രണവേ, ചതിക്കില്ലേ? നീ ആരോടും പറഞ്ഞേക്കരുത്. ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നത്. ആ, ഒക്കെ ഞാൻ നിനക്ക് രാവിലെ പറഞ്ഞുതരാം. ഓക്കെ, നടക്കട്ടെ. നിങ്ങളുടെ പ്രേമസല്ലാപം നടക്കട്ടെ. താങ്ക്സ് ഡാ. അവനെ ഒതുക്കി. അത് മനസ്സിലായി. ആരൊക്കെ അറിഞ്ഞാലും വസുന്ധരാന്റെയും ശിവാനിയും അറിയരുത്. എനിക്കത്രേ ഉള്ളൂ. ഞാൻ വസുന്ധരാന്റിയെ പറഞ്ഞത് സാറിന് ഫീൽ ചെയ്തോ? അതെങ്ങനെ മനസ്സിലായി? എനിക്ക് സാറിന്റെ മനസ്സിലുള്ള ചെറിയ ചിന്ത പോലും പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഞാനേ ആ നെഞ്ചിലൊരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ്സിനൊപ്പേ ആ ചിപ്പ് എനിക്ക് മെസ്സേജ് അയക്കും. മനസ്സിൽ 1000 നിറങ്ങൾ കൊണ്ട് വരച്ച ചിത്രമാ അമ്മയുടേത്. അത് ചില്ല് പോലെ പൊട്ടി തകരുന്ന നിമിഷത്തെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല നിധി. ആ ചില്ല് പൊട്ടിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്താത്തിടത്തോളം കാലം ആന്റി എനിക്ക് അമ്മയെ പോലെ തന്നെയായിരിക്കും. തീർച്ച. താങ്ക്സ്. യു വെൽക്കം. വണ്ണാത്തി ഉള്ളിൻ്റെ പാട്ടുണ്ടോ കൂട്ടുണ്ടോ വാവാത്തി മൂവാണ്ടൻ മാവേലെ നീറുണ്ടോ നീയുണ്ടോ വാവാത്തി മുന്നാഴി പൊന്നുണ്ടോ നിന്നോളം ചേലുണ്ടോ വാവാത്തി അതെ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു എന്നറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലെ പഞ്ചാരടി കേട്ടപ്പോ എനിക്ക് സംശയം തോന്നി. അത് കഴിഞ്ഞ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്. കേട്ടിട്ട് എന്ത് തോന്നുന്നു? വസുന്ധരാന്റിയെ കബളിപ്പിക്കാനുള്ള ഈ ന്യൂ ജനറേഷൻ അടവ് വർക്കാവോ? ഉറപ്പായിട്ടും വർക്കാവും. ശരിക്കും അവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ആന്റിയുടെ ഭാഗത്ത് നിന്ന് ചേച്ചിക്ക് നേരെയുള്ള പാരകളും കുറയും. ഇപ്പൊ ഭാരം മുഴുവൻ എനിക്കായി. ഇന്ന് രാവിലെ മുതൽ അമ്മ എന്നെ ഒരു ലോയറെ കാണാൻ നിർബന്ധിച്ചോണ്ടിരിക്കുക. ഡിവോഴ്സിന്. എന്താ, ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുക്കട്ടെ? എങ്കിലേ സാറിനെ ഞാൻ കൊല്ലും. ഏ?